ശ്രീ മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇരട്ട സ്വഭാവമുള്ള 6 നക്ഷത്രക്കാരുണ്ട്. അവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് മകയിരം, അശ്വതി, പൂയം, ആയില്യം, ചോതി, അനിഴം. ഇത്രയും പേരാണ് ഇരട്ട സ്വഭാവമുള്ളത് എന്ന് കരുതി ഇവർ നമ്മോടൊന്ന് പറയും വേറൊരാളിനൊന്ന് പറയും എന്നല്ല. ആ നുണയന്മാരെ നുണച്ചുകളാണെന്നല്ല. ഇവർ ചാരപ്പണി ചെയ്യുന്നവരല്ല. ഇവർക്ക് ഒരാളിനോട് ഒരു അഭിപ്രായം പറയുമ്പോൾ ഇതാണോ ശരി അതാണോ ശരി എന്നൊരു സെക്കൻഡിനുള്ളിൽ അവർ ചിന്തിക്കും. ഏതായാലും അവർ പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും. ഇങ്ങനെ ഒരു ഇരട്ട സ്വഭാവം ഇവർക്കുണ്ട്. ഇതൊരിക്കലും തെറ്റിദ്ധരിക്കാനുള്ളതല്ല, ഇവർ ചതിക്കാനല്ല. പ്രത്യേകിച്ച് അനിഴം ഉള്ളവരൊന്നും ആരെയും ചതിക്കുന്നവരല്ല. അവർക്കൊരു ഡൗട്ടാണ് നമ്മോട് സംസാരിക്കുമ്പോൾ അതാണോ ശരി അതാണോ ശരി, എന്തായാലും പറയാം. ഇപ്രകാരമുള്ള ഇരട്ട സ്വഭാവമാണ് അത്. ഇതൊരു ചാരപ്പണി ചെയ്യുന്നവരോ മറ്റുള്ളവരെ സഹായിക്കാത്തവരോ സഹായാനുഭൂതി ഇല്ലാത്തവരോ ഒന്നുമല്ല. അവർക്ക് മറ്റുള്ളവരോടുള്ള എല്ലാ തരത്തിലും മിങ്കിൾ ജീവിക്കുന്നവരാണ്. വെവ്വേറെയായിട്ട് അവർക്ക് ഒരു സ്വഭാവങ്ങളും കാണുന്നില്ല. പക്ഷേ സംഭവം അവർ പെട്ടെന്ന് ചിന്തിക്കും, ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ അത് അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് ചിന്തിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ് ഇരട്ട സ്വഭാവമുള്ളവരാണ് എന്ന് പറയുന്നത്. അപ്പോൾ 6 പേരുടെ ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാം, ഷൺമുഖായ നമ ഷൺമുഖായ നമ ഷൺമുഖായ നമ. കാരണം 6 മുഖമുള്ള ആളാണല്ലോ ഷൺമുഖൻ. ആ തരത്തിലാണ് ആ 6 പേരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ആ നക്ഷത്രക്കാരെ ഒന്നുകൂടി പറയാം. മകയിരം, അനിഴം, പൂയം, ആയില്യമാണ്. പൂയം കഴിഞ്ഞ ആയില്യം, അത് കഴിഞ്ഞ് ചോതി. ഈ 6 പേരിൽ അവസാനത്തേത് അനിഴമാണ്. ഈ ഇത്തരക്കാര് നമുക്ക് ഇരട്ട സ്വഭാവമുള്ളവരാണ് എന്ന് കരുതി മാറ്റി നിർത്താനോ എവിടെയെങ്കിലും പൊതുസഭയിൽ ആക്ഷേപിക്കാനോ ഉള്ള തരത്തിൽ അവർ തരം താഴുന്നവരല്ല. ഈ സ്വഭാവം 2 തരത്തിലാണ്. അവർ ചിന്തിക്കും, ഇതാണോ ശരി അതാണോ ശരി, ഏത് പറയാം ഏത് പറഞ്ഞുകൂടാ എന്ന് ചിന്തിച്ച് പെട്ടെന്ന് പറയും. അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇത് അക്കാഡമിക്കല്ല. അക്കാഡമിക്കാണെങ്കിൽ രണ്ട് ഉത്തരവ് തന്നെ, അതല്ല. അപ്പോൾ ഇവർ എല്ലാ തരത്തിലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ്. മറ്റുള്ളവരുടെ ഒരു വീഴ്ച വന്നാൽ സഹായിക്കുന്നവരാണ്. എല്ലാ തരത്തിലും അവർ 100% വിശ്വസ്തരാണ്. സൗന്ദര്യമുള്ളവരും മനോധൈര്യമുള്ളവരുമാണ്. പഠിച്ചാൽ വലിയ വലിയ ഓഫീസർ നിലയിലൊക്കെ എത്തിച്ചേരാൻ കഴിവുള്ളവരാണ്. ഈ 6 പേരിൽ ചിലർ നേതൃസ്ഥാനത്ത് വരാൻ കഴിവുള്ളവരാണ്. ജേർണലിസ്റ്റുകളാണ്, സയൻറ്റിസ്റ്റുകളാണ്. പ്രകാരം ഉള്ള ആളുകളാണിത്. സന്തോഷം. പരിക്കത്തമ്മയുടെ പേരിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ അപേക്ഷിക്കുന്നു.